നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിലും വന്നിട്ടുണ്ട്. ആന വിരിഞ്ഞാൽ തൊഴുത്തി കെട്ടും, ആനയും വിരിഞ്ഞാൽ ഷാജി കൈലാസ് കിട്ടും. പണ്ട് 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 ഇപ്പൊ ഭയങ്കര വണ്ണം വെച്ചു. ഇപ്പൊ ഞാനും പുള്ളിയും കൂടിയൊക്കെ സ്റ്റേജിൽ ഒരു പാട്ട് പാടി, ഇപ്പൊ ഞാനൊരു സിനിമ പാട്ട് പാടിയാലും നെക്സ്റ്റ് ഇതേ ന്യൂജൻ പിള്ളേർ ചോദിക്കുന്നത് കലാമണിയുടെ പാട്ട് പറഞ്ഞ. എവിടുന്ന് ഷിബുവിനെ പരിചയപ്പെട്ടെ? കട്ടപ്പന ഋതിക് റോഷൻ എഴുതുന്ന സമയം ഞാനും വിഷ്ണുവും കൂടി എനിക്ക് മുടി വളർന്നിട്ട് മുടി വെട്ടാൻ പോയതാ. ആ മുടി വെട്ടി തന്ന ആളാണ് ഇരിക്കുന്നത്. നമസ്തേ. അതെ, നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ടല്ലേ. എന്നാന്നോ, എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനൊരു ഡോക്ടർ ആവണം. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഗൈനക്കോളജി മെയിൻ എടുത്തിട്ട് ഒരു ഡോക്ടർ ആവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വന്ന ഒരാഗ്രഹം അഡ്വക്കേറ്റ് ആവണം എന്നായിരുന്നു. പിന്നെ വന്ന ആഗ്രഹം ഒരു എയറോസ്റ്റസ് ആവണം എന്നായിരുന്നു. ഇതൊക്കെ ശരിയാണ്, നമ്മുടെ ഒരു ആഗ്രഹം ഒത്തിരി നല്ലതാ, ഇല്ലാന്ന് ആരാ പറയുന്നത് അല്ലേ. പക്ഷേ ഇതൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്തോരം അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുകയല്ല. ഞാൻ ആയില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമായിരിക്കും എനിക്കെപ്പോഴും. പക്ഷേ അതാവാൻ വേണ്ടി ഞാൻ എന്തോരം ആവണം, ഞാൻ എന്തോരം എഫേർട്ട് എടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു 100% ആന്നേൽ ഞാൻ അതിനകത്ത് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടാവും? ഈവൻ 25 പോലും എടുക്കുകയല്ല. പക്ഷേ എപ്പോഴേലും ഒരു സാഹചര്യം വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, നമ്മളിരുന്ന് ആലോചിക്കും, അയ്യോ ഞാനതായില്ലല്ലോ ഈശ്വര, അതിനാ ഞാൻ ആവാതെ പോയേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ദുഃഖം വരും. ആക്ച്വലി ഇത് നമ്മൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ പിന്നെ ആയിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ എൻ്റെ എക്സാമ്പിൾ തന്നെ പറയുവാന്നേൽ ഒത്തിരി നാൾ കഴിഞ്ഞേച്ചാ ഞാൻ തന്നെ ചിന്തിച്ചേ, എന്നെ തന്നെ വിഷമിക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു എഫേർട്ട് പോലും എടുക്കാതെ ഞാൻ ചുമ്മാ അങ്ങ് ആഗ്രഹിച്ചാൽ മതിയോ? ഒക്കത്തില്ലല്ലോ. പക്ഷേ അതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഇത് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഒരു ഗസ്റ്റിനെ കുറിച്ച് തന്നെ ഒരു ഫുൾ എക്സാമ്പിളാണ് അത് ഇപ്പം ഞാൻ ആരാ ഏതാ എന്നൊന്നും പറയുന്നില്ല. അദ്ദേഹം ആ പെർട്ടിക്കുലർ വ്യക്തി ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടം വരെ എത്താവുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് പുള്ളിക്ക് വേണ്ടി എന്നതേലും ഒരു സ്പെഷ്യൽ ചെയ്തേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, അടുക്കളയിൽ പോയിട്ട് ആ സ്പെഷ്യൽ എന്നാന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഓക്കെ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി കുറച്ച് ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചു. അത് ഇത്രയും നാൾ ഹെൽത്തി ആയിട്ട് ചെയ്തില്ലേന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എന്നാന്നോ, നമ്മളിപ്പോൾ ഇവിടെ ഇച്ചിരി റിച്ച് ആയിട്ടോ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പൂർണ്ണ ഹെൽത്തി ആണോ എന്നൊക്കെ ചോദിച്ചാലൊന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് റിച്ച് ആയിട്ട്, അതായത് ക്രീം ചേർത്തിട്ടുണ്ട്, ബട്ടർ ചേർത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര ഹെൽത്താണെന്നാണ് വിശ്വാസം, അല്ലല്ലോ അല്ലേ? പക്ഷേ ഇതൊക്കെ ചേർത്താലേ നമുക്ക് ഇതിൻ്റെ രുചി വരത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ അടുക്കളയിലോ അല്ല നമ്മുടെ വീട്ടിലോ ആരേലും വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാണ്, ഇത് ഇന്ന പോലെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തേച്ചാൽ ഒക്കത്തില്ല. കാര്യം എന്നാന്നോ, നമുക്ക് ദൈവം തമ്പുരാൻ നാവ് തന്നിട്ടുണ്ട്. നാവ് തരുമ്പോഴത്തേക്ക് എത്രയാലും സ്വാദോടെ കഴിക്കാനാണ് ഈശ്വരൻ്റെ അനുഗ്രഹം. അപ്പോൾ സ്വാദോടെ ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. പിന്നെ എന്നാന്നറിയാം, നമ്മുടെ മിടുക്ക് കുറച്ചുകൂടെയൊക്കെ നല്ല ആക്കുന്നത് എന്നാന്ന് വെച്ചാൽ ആ സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാതെ, കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നവർ ഈ പറയുന്ന പോലെ ഫാറ്റ് ഫുഡ്സ് ഒക്കെ ഒരുപാട് ചേർക്കാതെ, ഈ എന്നാ പറയുക, ഫാറ്റ് ഫുഡ്സ് ഒക്കെ ചേർക്കാതെ ആ ടേസ്റ്റ്, നമ്മുടെ ഏത് ഫാറ്റ് ഫുഡ്സ് ഒക്കെ ചേർത്തേച്ച് ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ടേസ്റ്റ് ഇത് ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവരൊക്കെ ഇത് പാടില്ല അത് പാടില്ല എന്നൊക്കെ മാറ്റിയിട്ട് ആ സെയിം ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ പറ്റുമെന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും മിടുക്കരാന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുവാന്നേൽ ഈ പറഞ്ഞ എന്നെയും കൂടെ ഒരു സ്റ്റുഡൻ്റ് ആക്കുക. എനിക്കിഷ്ടം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാനേ. സത്യം ഞാൻ പറയട്ടെ, എന്നാന്നോ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, അതായത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ എടുത്തോളാം, ഈ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എന്നാന്നോ, ഈ എന്നും ഒരേ ചിലപ്പോൾ മെനൂസ് ആയിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പം സ്ഥിരമായിട്ട് പുട്ടുണ്ടാക്കുമായിരിക്കും, ചിലപ്പം എന്നാ പറയുക ഇഡ്ഡലി ഉണ്ടാക്കുമായിരിക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്ഥിരം മെനൂസ് ഉണ്ടാവും നമ്മുടെ അമ്മമാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയുകയില്ല. കാര്യം ഇപ്പം ഞാനൊരമ്മയാണ്. അന്നേച്ച ഒരമ്മ അടുക്കളയിൽ കിടന്ന് പണ്ടത്തെ കാലത്ത് ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുമ്പം എന്തോരം പ്രയാസമായിരുന്നു എന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്ന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ അമ്മ മേശയിൽ എന്നാ ഇഡലിയോ ദോശയോ എന്നതേലും കൊണ്ടുവയ്ക്കുമ്പോൾ ഞാൻ അന്നേരം അമ്മയോട് ചോദിക്കുന്നു, ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ ചോദിക്കുന്ന പോലെ, അമ്മ ഇന്ന് ദോശയോ ഉള്ളോ അല്ല ഇന്ന് ഇഡലിയോ ഉള്ളോ എന്നൊക്കെ ഞാനും ചോദിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുകയല്ല. പക്ഷേ ഇന്ന് എൻ്റെ മക്കൾ ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേനുണ്ടല്ലോ ഞാൻ പറയാം, ഇപ്പം ഇതേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്നെ കൊണ്ട് ഒക്കുകയല്ല എന്ന് ഞാൻ പറയും. അന്ന് എൻ്റെ അമ്മയും ഈ സെയിം ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും എന്നാ അമ്മ എന്ന് ചോദിച്ചു വെച്ചാൽ
കഴിച്ചിട്ടുണ്ട് പരാതിയില്ലാതെ സത്യമായിട്ടും. പിന്നെ നമ്മുടെ അമ്മമാരോട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആവാനൊക്കത്തുള്ളൂ അല്ലേ. അമ്മയുടെ എല്ലാ മക്കളും എനിക്ക് തോന്നുന്നു ആൺകുട്ടികളായിരിക്കും പെൺകുട്ടികളായാലും ശരി, ഏറ്റവും കൂടുതൽ നമ്മൾ ഓപ്പണായിട്ട് നമ്മുടെ അമ്മയോടായിരിക്കും ഏറ്റവും കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് അല്ലേ. അതുകൊണ്ട് ഈ സ്ഥിരം മെനു എന്നൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ പാചകം പഠിക്കാനുള്ള മെയിൻ റീസണും ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കാര്യമുണ്ട്. എന്നാന്നറിയാമോ, ഇപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മുടെ മക്കൾക്ക് ഇപ്പം എൻ്റെ മക്കളെന്നല്ല ലോകത്ത് എല്ലാവർക്കും എന്നതേലും ഒരു പുതിയ ഡിഷ് കാണുകയോ അല്ലെങ്കിൽ എന്നതേലും ഒരു ഡിഷിനെ പറ്റി നമ്മൾ പറയുകയോ വല്ലതും ചെയ്താൽ കൊതി വരാത്ത ഒരു മനുഷ്യനുമില്ല. ഇനിയിപ്പോൾ ആരും ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, ഇല്ലയെന്ന് തന്നെ വിചാരിച്ചോ, ഈ പറഞ്ഞ എനിക്കുണ്ട്. ആരേലും എന്നതേലും ഒരു പൊതിച്ചോറിൻ്റെ കഥ പറഞ്ഞാൽ പോലും ചിലപ്പോൾ വിശന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ തന്നെ ഒരു നല്ലൊരു സമയത്താണെന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതി വരും. ഈ ആഹാരത്തോട് ഒരിക്കലും ഇത് ഞാൻ കഴിക്കുകയില്ല മറ്റു കഴിക്കുകയില്ല ഞാൻ ഒരിക്കലും പറയുകയില്ല. അതുകൊണ്ട് ഏത് സാധനവും ആർക്കായാലും കൊതി വരും. അപ്പം എന്നാണെന്നറിയോ, ഞാൻ വിചാരിച്ചു നമ്മുടെ മക്കൾക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, ഞാൻ പഠിക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. കാര്യം അവർ എവിടെയെങ്കിലും ചെന്നേച്ച് ഇന്നത് എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം അവർക്ക് തോന്നാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നറിയാം, ഇപ്പോൾ പിള്ളേരോട് പറയുന്നത് അമ്മ എല്ലാം ഉണ്ടാക്കി തരാം, പക്ഷെ നിങ്ങൾ നാളെ അവിടെ പോയിട്ട് നിങ്ങൾക്കത് കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ വരാൻ പാടില്ല. അപ്പോൾ അവരോട് പറയാം ഞാനിത് ഒത്തിരി കഴിച്ചതാണ്, നിങ്ങളിത് കഴിച്ചോ. അത് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷമില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കിയാലും ഇല്ലേ, ഞാൻ എല്ലാവർക്കും കൊടുക്കും. വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് എന്നതും ആയിക്കോട്ടെ. പക്ഷെ ബാഡ് ആക്കിയിട്ട് കൊണ്ടുവരാൻ എൻ്റെ ഏട്ടൻ സമ്മതിക്കുകയില്ല, അത് വേറെ കാര്യം. പക്ഷെ ഏറ്റവും ബെസ്റ്റായിട്ട് പല വെറൈറ്റി ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അന്നേരവാ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു ടിഫിനകത്ത് എന്നതേലും ഒന്ന് കൊടുത്തു വിട്ടാൽ അതേമാതിരി തിരിച്ചു വരും. അതൊന്നും കഴിക്കുകയില്ല, ചിലപ്പോൾ കൊണ്ട് കളഞ്ഞേച്ചു വരും. അമ്മ വഴക്ക് പറയുമോ എന്ന് പേടിച്ചേച്ച് അത് കളഞ്ഞേച്ചും കൂടെ വന്നേച്ച് ടിഫിൻ ക്ലിയർ ആണെന്നുള്ള കാണിക്കും. ഈ ഒരു വ്യത്യാസം കാരണമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കുക്കിങ്ങിലോട്ട് തിരിഞ്ഞത്. ഞാൻ പറയുന്നറിയാം, നമ്മൾ ഒരുപാട് വലിയതായിട്ടൊന്നും കുക്ക് ചെയ്തില്ലേലും, ഒരുപാട് ഞാൻ ഭയങ്കര പാചക വിദഗ്ധയാണ് എന്നൊന്നും പറയിക്കാൻ ഒത്തില്ലേലും, നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമുള്ളത്, ഈവൻ ചൈനീസ് ആയിക്കോട്ടെ, ഈവൻ നാടൻ ഭക്ഷണം ആയിക്കോട്ടെ, ഈവൻ ഒരു ചിക്കൻ ഫ്രൈ ആയിക്കോട്ടെ, എന്നതേലും ആയിക്കോട്ടെ, അവർക്ക് ഇഷ്ടമുള്ളതും കൊതിയുള്ളതും ഉണ്ടാക്കി കൊടുക്കുക. കാര്യം അവർ നാളെ വേറൊരിടത്ത് പോയൊരു കൊതി നോക്കാൻ നമ്മൾ അമ്മമാരെ സമ്മതിക്കരുത്. അന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ പുതിയൊരു ട്രെൻഡല്ലേ അൽഫാം, ഗ്രില്ല്, അങ്ങനത്തെയൊക്കെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗ്രില്ലാണേ. ഗ്രില്ലെന്ന് പറയുമ്പം ഒരു ബ്രസ്റ്റ് പീസ് വെച്ചാൽ ചെയ്യണ്ടേ. അത് ഇന്നത്തെ ജനറേഷൻ അനുസരിച്ച് അവർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ഒട്ടും പഞ്ചസാര വേണ്ട. അങ്ങനെയൊക്കെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. ഈ പറഞ്ഞതിലൊന്നും ഞാൻ പെടുകയല്ല, കാര്യം ഷുഗർ ഇല്ലാതെ എനിക്കൊന്നും പറ്റിയേയില്ല. അതുകൊണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രിൽ ചിക്കനാണ്. എളുപ്പപ്പണിയാണ്, അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. ഇനി നമുക്ക് അതിന് എന്നാ ചെയ്യേണ്ടതെന്നുള്ള ചേരുവകൾ എന്താണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ, നോക്കാം. ഇപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രസ്റ്റ് പീസ് വെച്ചാൽ, സാധാരണ എല്ലാവരും എനിക്കൊന്ന് ആ കാലിൻ്റെ ഭാഗം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇറച്ചി എന്നാ പറയുക, കറിക്ക് കട്ട് ചെയ്യുന്ന പോലെ ചെയ്യണം അങ്ങനെ വിചാരിച്ചാൽ ഈ പറഞ്ഞ പോലെ ബിരിയാണി പീസില്ലേ, അത് കുറച്ച് വലുതല്ലേ, അതേപോലത്തെ വാങ്ങിച്ച് ഈ സെയിം സാധനം ചെയ്താൽ മതി. അങ്ങനെയൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്നാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തേച്ചാൽ മതി. പക്ഷേ ഈ എല്ല് കൂടുതൽ വരുമ്പോൾ എന്നാന്നറിയോ, ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഇനിയിപ്പോൾ കൂടുതൽ ഡീപ്പായിട്ട് പറയുവാന്നേൽ ഇന്ന കഷ്ണത്തിന് ഫാറ്റുണ്ട്, ഇന്നടുത്ത് ഫാറ്റ് ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ അറിയാൻ മേല. പക്ഷേ ഇത് എനിക്കൊക്കെ കൈവാക്കിന് സൗകര്യം എന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. കാര്യം ഈ ബ്രസ്റ്റ് പീസിനോട് ഞാൻ കൂടുതൽ ഇത് ചെയ്യാൻ മതി വെച്ചാൽ എൻ്റെ മൂത്ത മോനി പറഞ്ഞ പോലെ മിക്ക പിള്ളേരും ആകുന്നു, മിക്ക പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളുടെ ഇടയിലും ഉണ്ട്. ഈ എല്ലുള്ള കഷ്ണം ചില കുട്ടികൾക്ക് ഇഷ്ടമല്ല, ബോൺലെസ് ആണ് ഇഷ്ടം. എന്നാൽ എൻ്റെ മൂന്നാമത്തെ മോനാന്ന് എല്ലുള്ള കഷ്ണം മതി. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഇവിടെ വ്യക്തമാക്കി തരാൻ വേണ്ടി ആ ബ്രസ്റ്റ് പീസ് എടുത്തേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അൽഫാമിനൊക്കെ മുറിക്കത്തില്ലേ, അപ്പം നമ്മൾ മേടിക്കുമ്പോൾ ആ കഷ്ണം കണ്ടിട്ടില്ലേ, അതേപോലെ മുറിച്ച് വാങ്ങിച്ചാൽ മതി കോഴി മേടിക്കുമ്പോൾ. ഇനി ഇതൊന്നും മനസ്സിലായില്ല, അൽഫാം എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് അറിയാൻ മേല, അതൊന്നും മനസ്സിലായില്ല എന്ന് തോന്നുവാന്നേൽ ബിരിയാണി കഷ്ണം, അതായത് ഒരു കോഴിക്ക് നമ്മൾ മാക്സിമം വലിയൊരു കഷ്ണം എടുക്കുമല്ലോ, ആ കഷ്ണത്തിലായിട്ട് മുറിച്ചെടുത്തേച്ചാൽ മതി. അപ്പോൾ ഇഷ്ടമുള്ളവർ അവനവരുടെ കഷ്ണം അങ്ങ് എടുത്തോളും. ഇനിയിപ്പോൾ അതിനകത്ത് എല്ല് കിട്ടിയെന്ന് പറയുവാണെങ്കിൽ നമ്മൾ വിറ്റ് വെച്ച് കൊടുത്താൽ മതി, അല്ല നിവൃത്തിയില്ല. ഇനി ഈ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതാ നോക്കോ, ഇതേപോലെ ഒരു കഷ്ണമല്ലേ നമുക്ക് കിട്ടുക, ഇത് നമുക്കൊന്ന് മുറിക്കണം. ഇതിനകത്ത് എല്ലുണ്ട്, ദേ ഈ സൈഡിലായിട്ട് കുറച്ച് എല്ലുണ്ട്. അപ്പോൾ ആ എല്ലിൻ്റെ പോർഷൻ പോയിട്ട് നമ്മളൊന്ന് മുറിക്കുവാന്നേ.
നമുക്ക് ഈ പോർഷൻ മതി, ഈ പോർഷൻ വേണ്ട. ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ പിള്ളേർക്ക് ഇഷ്ടമുള്ള എല്ല് കഷ്ണം എന്നൊക്കെ പറയുന്നത് വേണ്ട ഈ ടെൻഡർ സാധനമില്ലേ, ഇത് നമ്മുടെ കറിയിലൊക്കെ വരുവാണെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തത് ആ പോർഷൻ കഴിഞ്ഞല്ലോ. ഈ ഒരൊറ്റ ബ്രസ്റ്റ് പീസിനെ നമുക്ക് വേണ്ട ഈ നേർ പകുതി വെച്ച് മുറിക്കാം, ബട്ടർഫ്ലൈ ഷേപ്പ് ആക്കാം. അതല്ല, അത് നമ്മളെ കൊണ്ട് കൈവാക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് ഒത്തിരി പറയുന്നില്ല. ഒരു കാര്യം ചെയ്താൽ മതി. ഈ എന്നാ പറയുക, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ പാചകമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഫോറിനേഴ്സൊക്കെ ഉപയോഗിക്കുന്ന, ഇവിടെയുണ്ട് ഇപ്പം ഫോറിനേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു പറയുവാണെങ്കിൽ ചിരിക്കാതെ ഈ ചുറ്റിയേൽ പോലത്തെ ഒരു സാധനമാണ്. അതെന്നെ സാധനം എന്നറിയോ, അതിങ്ങനെ പച്ചയ്ക്ക് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു സൈഡ് ഭയങ്കര ഈ പോയിൻറ്റഡ് ആണ്, അതിൻ്റെ മറ്റേ സൈഡ് പ്ലെയിൻ ആണ്. ഇത് വെച്ചേച്ച് ഇതിനെ ഒന്ന് തല്ലും. അത് ഞാൻ ഈ ചുറ്റികയിലെന്നൊക്കെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാ അമ്മമാർക്കും കാര്യം മനസ്സിലാവും. പക്ഷേ അത് നമ്മൾ ആണിയടിക്കുന്ന ചുറ്റികയിലല്ല, അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ബ്രസ്റ്റ് പീസ് ഒന്ന് ഫ്ലാറ്റൺ ആക്കണം. ഒത്തിരി അങ്ങ് ചതച്ച് ചപ്പിച്ച് ഒരുമാതിരി ബിസ്ക്കറ്റ് പോലെ ആക്കല്, ഒരു ഇച്ചിരി ഒന്ന് തല്ലി ചതയ്ക്കണം. ഇനിയിപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ പാചകത്തിനുള്ള ചുറ്റിയൽ അങ്ങനെ ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, ഒരു കാര്യം ചെയ്തോളൂ. എന്നാ ചെയ്യേണ്ടതെന്നറിയോ, വേണ്ടേ ഇതേപോലെ സാധനം എടുത്തിട്ട് ഇതിനെ മാക്സിമം ഇങ്ങനെ കുത്തുക. നമുക്കത് ഇടിച്ച് താക്കാനൊന്നും ഒത്തില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിനെ അപ്പുറവും ഇപ്പുറവുമായിട്ട്. ഇനി ഈ ബ്രസ്റ്റ് പീസിന് പോകുന്ന വഴി ഒരു കാര്യം കിട്ടിയതാണ്. ഈ ബ്രസ്റ്റ് പീസിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു പോർഷൻ ഇളകി വരും. ഇതിനെ അങ്ങോട്ട് മുറിച്ച് മാറ്റുക. ഇത് മുറിച്ച് മാറ്റുക എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇളകി വന്നുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും. ഇതിന് ഒരു പ്രത്യേക റെസിപ്പി ഉണ്ട്. ഏതെന്നറിയോ, നമ്മുടെ KFC ഇല്ലേ അതിൻ്റെ ഒരു വേറെ വേർഷനാണ്. അത് ഞാൻ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പറഞ്ഞുതരാം. സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ ഇത് നമ്മൾ കട്ട്ലേറ്റ് പോലെയൊക്കെയാണ് ചെയ്യുന്നത്. അത് ആ കട്ട്ലേറ്റിന് അത്രയും ഫ്ലേവേഴ്സ് വരില്ല. അത് മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഭയങ്കര നല്ല ടേസ്റ്റാണ്. അത് വേറെ എപ്പിസോഡിൽ. ഇനി ബാക്കി രണ്ട് സൈഡും സെയിം ഇതേപോലെ. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് അറിയോ, ഈ മസാല ഉള്ളി പിടിക്കണം. ഇതിനകത്ത് മസാലകൾ അധികം ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കത്തുള്ളൂ. പക്ഷെ ആ ഉള്ളത് ഇതിനകത്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിക്കൻ്റെ ചുവ വരും, അത് കൊള്ളുകയില്ല. അപ്പോൾ അതിൻ്റെ ആ ഫ്ലേവേഴ്സ് വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായാലോ. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ടാക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ആ ഫോർക്ക് വെച്ച് നല്ലതായിട്ട് കുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് എന്നൊക്കെ ചേർക്കേണ്ടതെന്ന് നോക്കണ്ടേ. ഒരു സജഷൻ പറയാം, പാപ്രിക്ക പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കാം. ഇല്ലെങ്കിൽ ഒരു ശകലം കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. ഞാൻ ആദ്യമായിട്ട് ഇത് പഠിച്ചപ്പം പാപ്രിക്ക പൗഡറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അന്നേരം ഞാൻ എന്നാ ചെയ്തു, അതിനകത്തൊരു ഇച്ചിരി മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ പേര് ലെമൺ ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് നാരങ്ങാ നീര് അതിനകത്ത് വേണ്ടിയേ. ചില നാരങ്ങയ്ക്ക് നല്ല പുളിയാണ്, കുറച്ച് വലിപ്പമുള്ള നാരങ്ങ ഉണ്ടാവും, അപ്പോൾ നീര് കൂടും. ഇതെല്ലാം നോക്കണം. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു ബ്രസ്റ്റ് പീസാണ്, അപ്പോൾ അതനുസരിച്ചുള്ള നാരങ്ങ ഇതിനകത്ത് ചേർക്കാവുള്ളൂ. ഞാനിപ്പോൾ നല്ല വലിയ കഷ്ണമാണെന്നുണ്ടെങ്കിൽ 2 നാരങ്ങയുടെയൊക്കെ നീര് നല്ലതായിട്ട് ചേർക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂണ് ചേർക്കുന്നേ. ഇനിയിപ്പോൾ അഥവാ ഇച്ചിരി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചേർക്കാവേ. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, എരിവ് കണക്കാക്കിയിട്ടോണേ. ഇതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 1 ടീസ്പൂൺ വെച്ചോ. ഒറിഗാനോ ഒരു ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ, അന്നേരം ഒരു 1/2 ടീസ്പൂൺ. ഇതൊരു ബ്രസ്റ്റ് പീസാണ്, അത് കണക്കാക്കിയിട്ടോ. ഇതൊക്കെ ഇച്ചിരി കൂടിയാലുണ്ടല്ലോ, ഈ ഒറിഗാനോ ഒക്കെ ഇച്ചിരി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കയ്പ്പ്, അതിൻ്റെ ഏതൊരു സാധനവും കൂടിയാൽ കുഴപ്പമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളൊന്നെല്ലാം ചേർത്ത് അതിൻ്റെ രുചി ഒന്ന് നോക്കിയേച്ച് പിന്നെ ചേർത്തേച്ചാൽ മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി 1 ടീസ്പൂണോളം ഇട്ടോ, ഒരു കുഴപ്പമില്ല. കാര്യം ദഹനമൊക്കെ നല്ലതാണ്. നമ്മുടെ ഫുഡ് ഹണ്ടർ സാബു പറഞ്ഞതുപോലെ ചിക്കനാണ് ഏറ്റവും കൂടുതൽ ഡൈജസ്റ്റ് ചെയ്യാൻ സമയം എടുക്കുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇനി വേണ്ടിയത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ഇടുന്നുള്ളൂ, പിന്നെ നോക്കിയേച്ചേ എടുത്തോളൂ. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക്,
ചതച്ചത് ഇടുവാന്നേൽ അങ്ങനെയാണെന്നല്ലേ. ഇതിപ്പോൾ ഇച്ചിരി ഞാൻ പൊടിച്ചത് ഇച്ചിരി പൊടി കൂടിപ്പോയി, സാരമില്ല എന്നാലും മതി. അതും ഒരു 1/2 ടീസ്പൂൺ തേച്ചാൽ മതിയേ. ഇനി സാധാ ഇപ്പോഴത്തെ പിള്ളേരാ സാധാ എണ്ണ എടുക്കുകയില്ല, മറ്റെടുക്കല മറിച്ചെടുക്കല എന്നൊക്കെ ഒത്തിരി കമൻറ്റ്സ് പറയാറുണ്ട്. ഞാൻ എണ്ണയിൽ ഉണ്ടാക്കി കൊടുത്താൽ പറയാം അമ്മ ഏത് എണ്ണ ഉപയോഗിച്ചേ എന്നൊക്കെ ക്രോസ് വിസ്താരങ്ങളുണ്ട്. പക്ഷേ ഇത് ഞാൻ എടുക്കാൻ പോകുന്നത് ഒലീവ് ഓയിലാണ്. ഈ ഒലീവ് ഓയിലിന് എടുത്താൽ നല്ലതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബേസ് ഒന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ പഠിച്ചിട്ടില്ല, പക്ഷേ എന്നാലും പിള്ളേർ പറയുന്ന കൂടെ നമ്മൾ അനുസരിക്കണമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഒലീവ് ഓയിൽ എടുത്താൽ, പക്ഷെ ഒത്തിരി ഹെൽത്തിൽ നല്ലതാണെന്ന് പറയും. കാരണം സാലഡ്സിലൊക്കെ ഒത്തിരി ചേർക്കാറുണ്ട്, ഇത് ഫാറ്റ് കുറവായിരിക്കും. ഇനിയിപ്പം നമുക്കിനിയിപ്പോൾ ഒരു ഒലീവ് ഓയിൽ തന്നെ വേണ്ട. ആദ്യത്തെയൊക്കെ പരീക്ഷണം നമ്മുടെ കയ്യിൽ ഇല്ല, അപ്പം നമ്മുടെ ഷെൽഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഈ എന്താ പറയുക സൺഫ്ലവർ ഓയിൽ അത് എന്നേലും ചേർത്താൽ മതി. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് ഡിഫറൻസ് നല്ലോണം വരും. ഏറ്റവും നല്ലതെന്നറിയോ, ഓഫറിൽ ഒലീവ് ഓയിലൊക്കെ വരും, അന്നേരം മേടിച്ചാൽ മതി. മേടിച്ച് സ്റ്റോക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരുപാട് നമ്മളിപ്പം വെളിച്ചെണ്ണ ഒഴിക്കുന്ന പോലെയോ സൺഫ്ലവർ ഒഴിക്കുന്ന പോലെയോ ഒന്നും ഇത് ഉപയോഗിക്കേണ്ട, ഇച്ചിരി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത്രയായാലും സ്റ്റോക്ക് അവിടെ ഉണ്ടാവും. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഈ ബ്രസ്റ്റ് പീസയിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് കഴിയുന്നതും തലേന്നേ ചെയ്ത് വെക്കുവാന്നേലുണ്ടല്ലോ ഈ ഇറച്ചിയിൽ നല്ല അസലായിട്ട് അങ്ങ് പിടിക്കും. അതിൻ്റെ അകത്തോട് നല്ലോണം പിടിക്കണ്ടേ. ഇനിയിപ്പം നമ്മളിതിനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പോലെ നല്ലതുപോലെ ഫ്ലാറ്റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോർക്കിട്ട് കുത്തണ്ട. ഇനിയിപ്പോൾ ഈ ചുറ്റിയലിൻ്റെ കഥ നമ്മൾ പറഞ്ഞല്ലോ, അത് കിട്ടിയില്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. എന്നറിയോ, ചപ്പാത്തിയുടെ എന്താ പറയുക പരത്തുന്നതില്ലാത്ത ഒരു വീടുകളും ഇല്ലല്ലോ, അത് വെച്ച് തല്ലിയാലും മതി. ഡയറക്റ്റായിട്ട് ഇറച്ചിയെ തല്ലിയില്ലെങ്കിലും എന്നാ ചെയ്യണമെന്നറിയോ, പ്ലാസ്റ്റിക് ഒരു പേപ്പർ വെച്ചേച്ച് അതിൻ്റെ മേളിൽ ഇറച്ചിയെ വയ്ക്കുക. അതിൻ്റെ മേളിലും ഒരു പേപ്പർ വെച്ച്, പേപ്പർ മീൻസ് ന്യൂസ് പേപ്പർ അല്ല, പ്ലാസ്റ്റിക് പേപ്പർ എന്നതേലും വൈറ്റ് കളർ നമ്മൾ ഈ സാധനം മേടിച്ചുകൊണ്ട് വരുന്ന പ്ലാസ്റ്റിക് കവറല്ല, എന്നാ പറയുക അതിന് അതിന് പറയുന്ന ക്ലിം ഫിലിം എന്നാണ് അത്. അങ്ങനത്തത് കിട്ടുവാന്നേൽ അത് വെച്ചിട്ട് അത് തന്നെ വേണമെന്നൊന്നുമില്ല, അതേപോലത്തെ സാധനം വെച്ച് ഇനിയിപ്പോൾ അഥവാ പ്ലാസ്റ്റിക്സ് നമ്മുടെ എന്നതാ ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്തു. ഇത് നല്ലോണം ആ ചപ്പാത്തി കോല് വെച്ച് തല്ലിയേച്ചാൽ മതി. അത് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതൊക്കെ പഠിച്ചപ്പം ആദ്യമൊന്നും ഞാനിതൊന്നും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്നതാന്ന് വെച്ചാൽ ഞാൻ അത് വെച്ച് ചെയ്യും. ഇനിയിപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഇടുകയിലുണ്ടെന്ന് വെച്ചോ, അത് വെച്ച് തല്ലിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിക്കൻ ഇങ്ങനെ തല്ലി ഒരുമാതിരി അങ്ങ് ഇതായി പോകരുത്, ചെതറിപ്പോകരുത്, അത്രയേ ഉള്ളൂ. ഇതിനൊരു ഈ മസാല പിടിക്കാനുള്ളൊരു ഇത് കൊടുത്താൽ മതി. ഇതൊക്കെ ഇനി ടെൻഷനാണെങ്കിൽ ഇതേപോലെ മുള്ളു വെച്ച് കുത്തിയിട്ട് എടുത്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു എന്താ പറയുക 1/2 hour ഇരുന്നാൽ അത്രയും നല്ലത്. തലേന്ന് പുരട്ടി വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പിടിക്കും, അതാണ് ഏറ്റവും നല്ലത്. ഇനി അതവിടെ പിടിക്കട്ടെ. നെക്സ്റ്റ്, ഇത് തന്നെ പിള്ളേർ കഴിക്കുകയില്ല. ചില കുട്ടികളാണെങ്കിൽ സാലഡ് കഴിക്കും, ചിലർ എന്താ പറയുക പച്ചക്കറി ബട്ടറിൽ സോട്ട് ചെയ്ത് അങ്ങനെ കഴിക്കും, അങ്ങനെയെല്ലാം കഴിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ തട്ടിപ്പ് സാധനങ്ങളൊന്നും വേണ്ട. ഞാനൊരു റൈസ് ഉണ്ടാക്കാൻ പോവാം. നമ്മുടെ അമ്മമാർക്ക് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു പിള്ളേർക്ക് പെട്ടെന്ന് കൊടുക്കുക. എന്നും ചോറ് കഴിച്ച് അമ്മ ഇതേ മതിയോ വേണ്ട എന്നൊക്കെ പറയുന്ന പിള്ളേർക്ക് ഒരു ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടൊരു റൈസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ റൈസ് കൊടുക്കാൻ പോവാം. നെക്സ്റ്റ് റൈസിലേക്ക് കയറാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കനാണ്. ഇത് ഞാൻ ബ്രസ്റ്റ് പീസ് തന്നെ എടുത്ത് അത് നമ്മളിവിടെ എല്ലാവരെയും ചെയ്യിക്കാൻ വേണ്ടി ചെയ്താൽ. ഇത് എന്നാണെന്നറിയോ, നമ്മൾ ഈ റൈസ് ചെയ്യുമ്പോൾ കഴിയുന്നതും ബോൺലെസ് എടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കാൻ ഒത്തില്ല എന്ന് വെച്ചോ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ചിക്കൻ മേടിക്കുമ്പോൾ എന്നാ ചെയ്യണം, നമ്മുടെ ചില്ലി ചിക്കൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് മേടിച്ചാൽ മതി. അതായത് പ്രത്യേകം ഞാൻ പറയാം, ഇതിന് ബോൺലെസ് ആണ് ആവശ്യം. ഇനി നമ്മൾ ഒത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മളിതിനെ ചില്ലി ചിക്കൻ പോലെ ഒരു കോഴി മേടിച്ച് വെച്ച് ചെയ്താൽ മതി. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഗ്രില്ല് ചെയ്യാം, ഇതും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ അനീസ് കിച്ചണിൽ നിന്നൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കൊടുക്കണം. കഴിഞ്ഞ സീസണിൽ ഒത്തിരി പേര് എന്നെ പരാതി പറഞ്ഞിട്ടുണ്ട്, മനഃപൂർവ്വം ഇന്ന ഗസ്റ്റിന് ഇന്നത് മനഃപൂർവ്വമാണ് കൊടുത്തതെന്ന്. ഒരിക്കലും അല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതും കൂടെ ഞാൻ പരിഗണിക്കണമല്ലോ. പരിഗണിച്ചതിന് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഗസ്റ്റിനും ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഇനി എന്നാ പറയുക അങ്ങനെ ഒരു വർത്താനം ഇനി വരുത്തണ്ട, അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പക്ഷേ എന്നാന്നോ, നമ്മൾ അമ്മമാർക്ക് 2 കാര്യവും നടക്കും. ഇത് റൈസ് പ്രത്യേകമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല ഗ്രില്ല് പ്രത്യേകമാണെങ്കിൽ അങ്ങനെ. ഇനി ചിക്കനിലേക്ക് വരാം. ചില്ലി ചിക്കനായിട്ട് കട്ട് ചെയ്ത് മേടിക്കുവാന്നേൽ അങ്ങനെ ചെയ്യാം. ബോൺലെസ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഇനി ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ .
കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ കോഴി എത്രയാണ് മേടിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഇനിയിപ്പോൾ അങ്ങനെ അറിയാൻ മേലാന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇതെല്ലാം ചേർത്തേച്ച് നമ്മൾ അവസാനം സ്വാദ് നോക്കുമല്ലോ, ഇതിനൊക്കെ ഇത്ര മതിയാവുമോ, ഇറച്ചിയിലും കൂടെ പിടിച്ചാൽ ഇനി എത്ര വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറേശ്ശെ ഈ ചേർക്കുന്ന എല്ലാം കൂടെ കുറേശ്ശെയും കൂടെ ചേർത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമുക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റ് ഈ എടുക്കുന്ന അളവ് ഞാൻ ഇട്ടേക്കാം. കുറച്ച് കുരുമുളക് പൊടി. ഇത് മസ്റ്റാർഡ് പേസ്റ്റാണ്. ഇത് എന്താ പറയുക, നമ്മൾ വീട്ടിലെ കടുകെടുത്ത് അരയ്ക്കുവാന്നേൽ വലിയ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മൾ മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊരു ശകലം, അതിന് ആ കമ്പനിയുടെ സാധനം മേടിക്കുവാന്നേലല്ലേ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. 1 കിലോ കോഴിയാണെങ്കിൽ 1.5 ടീസ്പൂൺ കണക്കാണ്. ഇനി കുറച്ച് ഉപ്പ്. ഇതിനകത്തോട്ട് 2 സോസ് ചേരും. ഒന്ന് നമ്മുടെ കെച്ചപ്പ് ചേരും, അല്ലാതെ ഒരു സോസ് കൂടെ ഉണ്ട്. നമുക്ക് ഒരു സോസ് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ പേര് വൂസ്റ്റർഷയർ സോസ് എന്നാണ്. കണ്ടാൽ സോയാ സോസ് പോലെ ഇരിക്കും, പക്ഷേ കുപ്പി ഇത് ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കുന്നത്. അത് ഈവൻ ഇതിപ്പോൾ പൊട്ടുന്ന കുപ്പിയാണ്, അല്ലാത്തതിലും ഉണ്ട്. അത് ഒരെണ്ണം മേടിച്ചിട്ട് 4 ടേബിൾ സ്പൂൺ 1 കിലോയ്ക്കാണെങ്കിൽ. പക്ഷെ എന്നാലും ഇവിടെ എനിക്ക് വേണ്ടിയതേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. സ്പൂൺ വെച്ച് ഇളക്കിയാലൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. ഈ സോസിന് ബേസിക്കലി കുറച്ച് ഉപ്പ് കാണും, അത് ശ്രദ്ധിച്ചോണം. ഇനി അടുത്ത എന്നാന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് മേടിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പുണ്ട്. ഇത് നോക്കിയേച്ച് വേണം നമ്മൾ ഈ ഇറച്ചിയിൽ ഉപ്പ് ചേർക്കാൻ. ഇനി ചോറ് നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കുന്നതെങ്കിൽ അതും കൂടെ ശ്രദ്ധിച്ചോണേ. ഇത് കുറച്ച് നേരം പുരട്ടി വെക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷെ എന്നാലും ടെൻഷനില്ല. എന്താണെന്നറിയോ, നമ്മളിത് വേവിക്കുമല്ലേ, അപ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന എല്ലാ സാധനവും അതിനകത്ത് പിടിച്ചോളും. ഇനിയിപ്പോൾ എന്നാണെന്നറിയോ, ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുമല്ലേ, ചിക്കൻ വേവിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറാനൊക്കെ എളുപ്പമാണ്. ഈ ഇടയിൽ എൻ്റെ ആൻറ്റിയെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു തരുന്നൊരു നല്ല ടിപ്പാണ്. എന്താണെന്നറിയോ, ചിക്കൻ വെക്കുകയാന്നേലും ബീഫ് വെക്കുകയാന്നേലും മട്ടൺ വെക്കുകയാന്നേലും നമ്മളെല്ലാ അരപ്പും ചേർക്കുകയല്ലേ. അരപ്പ് ചേർത്തേച്ച് ഒരു തുള്ളി വെള്ളം ഒഴിക്കരുതെന്നാണ് ആൻറ്റി പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് വെള്ളം ഊറണ്ടേ, അല്ലെങ്കിൽ അമ്മാമ്മ എങ്ങനെയാണ് അതിനകത്ത് നമ്മൾ എന്നാ പറയുക ഇറച്ചി അടി പിടിക്കുകയില്ലേന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കുക, ഞാനൊരു കാര്യം കാണിച്ചു തരാം. പുള്ളിക്കാരത്തി ഇറച്ചി മേടിച്ചേച്ച് ഇറച്ചിക്കറി വെച്ച് കാണിച്ചു തന്നു. ഒരു തുള്ളി വെള്ളം ചേർത്തില്ല. പുള്ളിക്കാരത്തി എന്നാ അറിയോ, ആദ്യമേ കയറി എന്നാ പറയുക പ്രഷർ കുക്കറിൽ ഇട്ട് വിസിലിട്ടില്ല. കുറച്ച് നേരം ആ അരപ്പ് കിടന്ന് എന്താ പറയുക ആവി വരാനായിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ ഊറുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തിലാണ് ഇറച്ചി വെന്തത്. എന്തൊരു ടേസ്റ്റായിരുന്നു അറിയോ. മറ്റെന്തറിയോ, നമ്മൾ വെള്ളം ചേർക്കുമ്പോഴത്തേക്ക് ആ പച്ചവെള്ളത്തിൻ്റെ ഒരു ചുവ വരും. അതുകൊണ്ടായിരിക്കും എല്ലാവരും ബേസിക്കലി പറയുന്നത് ചൂടുവെള്ളം തന്നെ ചേർക്കണമെന്ന്. പക്ഷേ ഇതാ ഏറ്റവും നല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിക്കാത്തത് അമ്മാമ്മ കാരണം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ല വെന്ത് പറ്റി, അതിനകത്ത് ഒട്ടും വെള്ളം വേണ്ട. പിന്നെ അതിനകത്ത് ഒരു സജഷൻ തരാം. നമ്മുടെ റൈസ് കുറച്ച് പച്ചച്ചോറല്ലേ, അന്നേരം എന്നാ ചെയ്യണം, ഇതിൻ്റെ കുറച്ചൊരു ഗ്രേവി ഇരുന്നെന്നും പറഞ്ഞ് തിരക്കേടൊന്നുമില്ല എന്നും പറഞ്ഞ് തീരെ അങ്ങ് വെള്ളം പോലെ ആക്കിയിട്ട് ചോറിനകത്ത് മിക്സ് ചെയ്യണ്ട. ഒരു ചെറിയ ഒരു പെരണ്ട് വരുന്ന പരുവല്ലേ, ആ പരുവാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തോ. പിന്നെ പ്രത്യേകം ശ്രദ്ധ, ഇറച്ചി നല്ലതായിട്ട് വേവണം. പകുതി വെന്ത് കഴിയുമ്പോൾ ഉപ്പ് എരിവ് പുളി ഇതെല്ലാം നോക്കിക്കോ. അതൊന്നും കുറവാന്നു എന്ന് തോന്നുവാന്നേൽ നമ്മൾ ചേർത്തിരിക്കുന്നില്ല. ആ ഇൻഗ്രീഡിയൻസ് എന്നെല്ലാം ഒരു ഇച്ചിരി എത്രയാണ് കുറവെന്ന് വെച്ചാൽ അതനുസരിച്ച് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. ഇനി ഈ ഇറച്ചി ഞാൻ മാറ്റിയിട്ട് ഇതേ ഇതേ അടുപ്പിൽ നമ്മൾ ചോറിനുള്ളത് ചെയ്യാൻ പോവാണേ.
ഇതിനിപ്പം ഒലീവ് ഓയിലോ അങ്ങനെയൊന്നുമില്ല, വെളിച്ചെണ്ണ വേണ്ട, റിഫൈൻഡ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ചോറിന് ഇനിയിപ്പോൾ നമുക്ക് എന്നാ പറയുക, ഏതെണ്ണ ആയാലും കുഴപ്പമില്ല, ഒലീവ് ഓയിൽ ആവാം, ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള എണ്ണ റിഫൈൻഡ് ഓയിൽ ഏതെങ്കിലും ആവാമേ. ഇതിനകത്തോട്ട് കുറച്ച് ഇതിനകത്തോട്ട് വേണ്ടിയത് ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഇതങ്ങ് വഴന്നൊന്നും പോണ്ട. നമ്മൾ തലശ്ശേരി ബിരിയാണി വെക്കുകയല്ലേ, അന്നേരം ഒരിച്ചിരി ഒന്ന് വഴറ്റിയെടുക്കത്തില്ലേ, അത്രയും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടിയത് ഒരു 2 3 ഇത്രയും ചോറില്ലേ. അപ്പോൾ ഇതിൻ്റെ എരിവൊന്നും ചോറിനകത്ത് ഇറങ്ങാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും ഒരു കാണാൻ നല്ലതാണ്. ഇതേപോലത്തെ പച്ചമുളക് കിട്ടുവാന്നേൽ അത് കുറച്ചുകൂടെ നല്ലതാണ്. ഇതിന് വലിയ എരിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എരിവുണ്ട്, പക്ഷെ എന്നാൽ നമ്മൾ എരിവ് ചോറിലോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിൻ്റെ ഒരുപാട് അങ്ങ് മുഴുവൻ കീറിയിടണ്ട, കുറച്ച് ഒരു 1/4 ഭാഗം കീറിയ ചിങ്ങിനിട്ടു. ഇതിൻ്റെ കൂട്ടത്തിൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമ്പു. ഇതെന്തിനാണെന്നറിയോ, നമ്മുടെ ചോറിനൊരു ഫ്ലേവർ കിട്ടാൻ. കാര്യം ഫ്ലേവർ വരും, എന്നാണെന്നറിയോ, നമ്മുടെ ഇറച്ചിയിൽ നല്ലോണം നമ്മൾ ഫ്ലേവർ ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് മുന്തിരിങ്ങ എത്ര ഉണ്ടോ അത് ഇടാം. കറുത്ത മുന്തിരിങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും പിസ്ത ബദാം അങ്ങനെയൊക്കെ ഇടണമുണ്ട്, പിസ്ത ഇടണം, ബദാം ഇടണം, അണ്ടിപ്പരിപ്പ് ഇടണം, അതൊക്കെ തോന്നുവാണെങ്കിൽ അത് ഇടാം. പക്ഷേ ഇത് മതി, കാര്യം ഒത്തിരി അങ്ങായിപ്പോയാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാറും. ഇഷ്ടമാണെങ്കിൽ ഇട്ടോ കേട്ടോ. ഇതേണ്ട ഉള്ളി ഒരു ഇച്ചിരി വാടിയിട്ടുണ്ടേ, ഒത്തിരി അങ്ങ് വാടണ്ട, ഒരു ഇച്ചിരി വാടി വെച്ചാൽ മതി. ഇതെന്നാന്നറിയാം, ഞാൻ മണത്ത് നോക്കിയേ, വേറെ ഒന്നും തോന്നല്ലേ, ആ ഗ്രാമ്പൂവിൻ്റെ ഒക്കെ ഫ്ലേവർ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയതാണ്. കാരണം ഇത്രയും ചോറിനകത്തോട്ട് നമ്മളിട്ട 3 4 ഗ്രാമ്പൂ മതിയോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് നോക്കി വെച്ചാൽ മതി. ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഇനി ഇതിനകത്തോട്ട് തീ നല്ലതായിട്ടൊന്ന് കുറച്ച് വെച്ച് നമുക്ക് ഈ ചോറ് ഇതിനകത്തോട്ട് ഇട്ടു. ഹാഫ് ചോറേ ഞാൻ ഇടത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിരിയാണിക്ക് ഇടത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ സാധാരണ ചോറ് കളയാറില്ല. പക്ഷേ ഇവിടെ വൃത്തികേടാക്കിയാണോ അടുക്കള പെരുമാറുന്നതെന്ന് ചോദിക്കല്ലോ ആരും. വൃത്തി വേണമെന്ന് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് ആ ഒരു ശീലം കൊണ്ട് ചെയ്തതന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെയല്ലേ ഇടത്തുള്ളൂ. ഈ ചോറ് ചേർക്കുന്ന സമയത്ത് കുറച്ച് ഗരം മസാല, നമ്മൾ എത്ര ചോറാണ് ചേർക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഗരം മസാല. പാക്കറ്റിലെ മേടിക്കരുത്. ഗരം മസാല പൊടിച്ചു വെച്ചിരിക്കുന്നത് മേടിക്കുന്നതിനേക്കാട്ടിലും നല്ലത് കൂട്ട് മേടിച്ച്, ഗരം മസാല എന്ന് പറയുന്ന കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് മേടിച്ച് വെച്ച് പൊടിക്കുക. പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ് നല്ല മണം വരുന്നത്. ഇപ്പോൾ ചോറ് ഞാൻ പകുതി മിക്സ് ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗരം മസാല ചേർത്തു. നമ്മളിവിടെ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനെ ഞാൻ ഈ ചോറിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവാണേ. ഇതേണ്ടേ, ഞാൻ പറഞ്ഞില്ലേ ആ പരുവം, ആ ഇച്ചിരി ഒരു ഗ്ലേസിങ്, ആ പരുവം ഒത്തിരി ഡ്രൈ ആക്കണ്ട. ഇത് ഇച്ചിരി അങ്ങോട്ട് ഇടുക, ഹാഫ് ഇടാം. എന്നിട്ട് തീ ഇച്ചിരി നല്ലതായിട്ട് കുറയ്ക്കാം. അരി കുറച്ച് നീളം കൂടിയ അരിയില്ലേ, ബിരിയാണി അരി, അത് മേടിക്കുന്ന കുറച്ചുകൂടെ നല്ല, കാണാനും ഒരു രസമുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ബാക്കി ചിക്കനോട് ഇടുക. ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും കളയാതിരിക്കാനായിട്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെയും അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു മീൻകറി വെച്ചാൽ നമ്മളൊക്കെ ചെയ്യുന്ന മാതിരിയും ഒരു കാര്യം കൂടെ ചെയ്യുക. അതിൻ്റെ ഫ്ലേവർ ഒട്ടും കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണേ.
നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞ കളറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തേക്കരുത്. ഇതാ വൈറ്റ് റൈസ് തന്നെ ആയിട്ടിരിക്കണം. ചേരുന്നത് നമ്മുടെ ആ ചിക്കനകത്തെ ഫ്ലേവർ മാത്രമേ ഉള്ളേ. ഇതൊരിച്ചിരി നല്ല തീയയിലിരുന്നോട്ടെ. ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, കുറച്ച് മല്ലിയില. മല്ലിയില അരിയുന്ന സമയം കൊണ്ട് അത് അടുക്കി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരിച്ചിരി തീ കുറച്ചേക്കുക. ഇനി ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. എല്ലാവരും പറയുന്നതെന്നറിയോ, ഈ മല്ലിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ആ തണ്ടിൻ്റെ ഭാഗം, ആ ഭാഗമാണ് ഏറ്റവും കൂടുതൽ മല്ലിയുടെ ഫ്ലേവർ തരുന്നതെന്നാണ് പറയുന്നത്. നമ്മളൊക്കെ എന്നാ ചെയ്യും, ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ ആദ്യം തേണ്ട ഇവിടെ വെച്ചോട്ടെ ഇങ്ങോട്ടും പൊട്ടിച്ചേച്ചാൽ കളയരുത്. അതിൻ്റെ ആ വേര് മാത്രമേ കളയാവുള്ളൂ. കളഞ്ഞേച്ച് ഈ സ്റ്റെമ്പിനാണ് അതിൻ്റെ ഫ്ലേവർ കൂടുതലെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം അതിനകത്ത് അരിഞ്ഞിട്ടോ. പക്ഷെ മണ്ണ് മാത്രം ശ്രദ്ധിച്ചോണം, മണ്ണ് നല്ലോണം കളഞ്ഞേച്ച് വേണം ചെയ്യാനായിട്ട്. എനിക്ക് ഈയിടെ കിട്ടിയ അറിവാണ്, അപ്പം ഞാൻ നിങ്ങളോടും പറഞ്ഞു തരണ്ടേ. എരിവൊന്നും അധികം കഴിക്കാത്ത പിള്ളേർ കാണുകയല്ലേ, അന്നേരം അവർക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവേ. പിന്നെ ഏതൊരു ഭക്ഷണം നമ്മൾ ആർക്ക് കൊടുത്താലും ഇതേപോലെ നല്ല ചൂടോടെ കൊടുക്കുവാന്നേലാണ് ഏറ്റവും കൂടുതൽ സ്വാദ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ റൈസിൻ്റെ പരിപാടി. ഇതിൻ്റെ മേലോട്ട് ഇച്ചിരി കൂടി മല്ലിയില ഇട്ടേച്ച് ഞാൻ ഹൈ ഫ്ലെയിമേൽ വെച്ചേച്ച് ഒന്ന് ഓഫ് ചെയ്യുക. കാര്യം നമുക്ക് ഒരു പണി ബാക്കി കിടക്കുമല്ലേ, ഗ്രില്ലുണ്ടാക്കണ്ടേ. തീ ഓഫ് ചെയ്തു. ഇനി എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് ഗ്രില്ലിൻ്റെ പണിയാണ്. ഇത് പിടിപ്പിക്കട്ടെ. നമ്മളിപ്പം എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം എടുത്തില്ലേ, അത് ഇച്ചിരി നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇതേപോലെ 1-2 ഐറ്റം ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ സമയം വലുതായിട്ട് എടുക്കുകയില്ല എന്ന് ഞാൻ പറയുകയില്ല. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പാടായിട്ട് തോന്നും, പക്ഷെ അല്ല, നല്ല എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇനി നമ്മളൊരു പാൻ ഇതിനകത്ത് വെച്ചു. എല്ലാവർക്കും നോൺ സ്റ്റിക്ക് പാൻ വീട്ടിൽ കാണും. അതല്ല, ഗ്രില്ല് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗ്രിൽ പാൻ ഉണ്ട് അല്ലാതെ തന്നെ. അത് ഇടുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിലൊക്കെ ഈ വരയൊക്കെ വരുന്നത്. അതൊന്നും വന്നില്ലേലും വിഷമമൊന്നും വേണ്ട. സാധാ പാന് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോന്നിനും ഓരോന്നായിട്ട് നമ്മൾ വെക്കുമല്ലോ, മീൻ വറുക്കാൻ, ഇറച്ചി വറുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇറച്ചി വറുക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. ഫസ്റ്റ് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പെട്ടെന്ന് നമ്മൾ ചൂടായ ഒരു പാനയിലോട്ട് എടുത്ത് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് കയറി ആ ചിക്കൻ അടി പിടിക്കും. അതുകൊണ്ട് ഇച്ചിരി ഒരു മയം വരുത്താനായിട്ട് മാത്രമാണ്. അത് ഫ്ലെയിം ഒരു ഇച്ചിരി കുറച്ചോ. ഇത് കുറച്ച് കട്ടിയുള്ള ഒരു പാനാണ്. അന്നേരം പെട്ടെന്ന് കയറി ആ ചിക്കൻ എന്നാ എടുക്കും, ആ പാനയിൽ അങ്ങ് പെട്ടെന്ന് കയറി അടി പിടിക്കും. ഇതിടുക. ഈ അരപ്പ് ഇവിടെ ഇരിക്കട്ടെ. ഇതൊരു പകുതി ഒരു വേവ് ഉണ്ടല്ലോ, അത് വെന്തിട്ട് നമ്മളൊന്ന് മറിച്ചിടുക. പിന്നെ എന്നാന്നറിയാവോ, വേവുക എന്ന് പറയുമ്പോൾ കുറച്ച് ഇത് ഹൈ ഹീറ്റ് ആണെങ്കിൽ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടുകയല്ലേ, അങ്ങനെ ആയാലും നോക്കി വെച്ചാൽ മതി. പക്ഷേ ചിക്കൻ വേവണം. വേവുന്നതിന് മുൻപത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഒന്ന് മൊരിഞ്ഞ് കിട്ടണ്ടേ. നമ്മൾ ആദ്യം തന്നെ അതങ്ങോട്ട് അടച്ചിട്ടേച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താ അറിയോ, പെട്ടെന്ന് അതിനകത്ത് നിന്നുള്ള വെള്ളം ഊറും. അത് വേണ്ട, ഒന്ന് മൊരിയട്ടെ. അപ്പോൾ താഴ്ഭാഗം ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ മൊരിഞ്ഞേച്ച് പിന്നെ അടച്ചിട്ടിട്ട് അത് വറ്റിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ജ്യൂസും കൂടെ വേണം ഈ ഒരു ഗ്രില്ല് കഴിക്കാൻ. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കണം, മസാലാസ് പാടില്ല, പിന്നെ ഫാറ്റിൻ്റെ ഒന്നും പാടില്ല, ഇതൊക്കെ പറഞ്ഞ് കുറേ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷെ ഉള്ളത് ഏത് പറയാമല്ലോ, എനിക്ക് ഇച്ചിരി വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയില്ലേ വലിയ പ്രയാസമാണ്. ഇതെല്ലാം പോയിട്ട് വേറൊരു പ്രോബോബുണ്ട്, എന്താ പറയുക, എന്തെങ്കിലും ഗെയിൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ എന്താ പറയുക, നോ പെയിൻ നോ ഗെയിൻ, അങ്ങനെയല്ലേ പറയുക. അതെ, അതില്ലെങ്കിലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എല്ലാം കണക്കിലെടുത്തിട്ട് എൻ്റെ ഒരു സജഷൻ, വായിക്ക് രുചിയും കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമല്ലേ, നമുക്ക് സന്തോഷമായിട്ട് കഴിക്കാമല്ലോ. ഇതൊന്ന് മൊരിയട്ടെ 2 സൈഡും. ഇപ്പോൾ ഈ മൊരിയുന്ന സമയം ചിക്കൻ മൊത്തം വേവുകയല്ല, ഞാൻ ആ മൊരിക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കുക. ഇതിപ്പോൾ നമ്മുടെ വീടുകളിലുള്ള പാനല്ലേ, അപ്പം
മറ്റേ ഗ്രിൽ ചെയ്യുന്ന പാൻ ആകുന്നതിൽ നമ്മൾ ഈ അപ്പുറം ഇപ്പുറം മറിച്ചിടുമ്പോൾ തന്നെ അതിനകത്ത് ആ വരയൊക്കെ വന്ന് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഒരു മുരിഞ്ഞ ഒരു ഭാഗം വരണം. എന്നിട്ടേ ഞാൻ അതിനെ വേവാനായിട്ട് ഇടത്തുള്ളേ. വേവാനിടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അമ്മമാർ പിള്ളേരറിയാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അത് ശക്കലം ഞാൻ ഇതിനകത്തിടും. ഈ മൊരിക്കുന്ന സമയം നമ്മൾ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിൽക്കണം. എന്നാന്നറിയോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് രണ്ട് സൈഡും ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളൊരു മുരിവ് അത് വന്നു. അപ്പോൾ ഇനി എന്നാ ചെയ്യുന്നത്, ഞാൻ ഈ ബാക്കി ഇതും കൂടെ ഇതിനകത്തോട്ട് ഇടുക. ഇച്ചിരി ഉള്ളൂ അതിനകത്ത് അരപ്പെന്ന് പറയുന്നത്, കുറച്ചുകൂടെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇടുക. ഈ ചിക്കൻ എപ്പോഴും ശ്രദ്ധിച്ചോണം, കാര്യം നമ്മൾ ഇട്ടേച്ച് എവിടെയും പോയേക്കല്ല. എന്നാന്ന് വെച്ചാൽ അത് അടിയിൽ പിടിക്കും. അതിൻ്റെ ആ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തില്ലേ, അതെല്ലാം അടിയിൽ പിടിക്കും. ഇനി ഞാൻ പറഞ്ഞ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, വരുന്ന ആൾക്കാരോട് ആരോടും പറയരുതേ, ഇച്ചിരി ബട്ടർ ഇടാം. നല്ല ടേസ്റ്റാണ്. എന്നാലേ അതിൻ്റെ ആ സോസിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. ബട്ടർ വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, അറിയാൻ മേല, അറിവുകേടാണെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ ഇതിട്ടാലേ അതിനൊരു ടേസ്റ്റ് വരത്തും. ഒത്തിരി ഒന്നും ഇടത്തില്ല, 2 ക്യൂബേ ഇട്ടിട്ടുള്ളൂ. അന്നേച്ച് ഇത് 2 സൈഡിലും നമ്മൾ മൊരിച്ചേ, ഇനി 2 സൈഡിലും ബട്ടർ ഇട്ടു. ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്, ഇനി ചിക്കൻ വേവാനായിട്ട് അടച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇതിനി സ്ലോ ഫ്ലെയിമേലിരുന്ന് ചിക്കൻ ഒന്ന് വെന്ത് ആ ബട്ടർ ഇട്ട് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഊറി അതിൻ്റെ ആ സോസ് ഒന്ന് ഇച്ചിരി ഒന്ന് ജ്യൂസി ആവണ്ടേ, അതിനുള്ള സമയം കൊടുക്കുക. ആ സമയം കൊടുത്തിട്ട് നമുക്കൊരു നല്ല പ്രസൻറ്റേഷനോടുകൂടി തിരിച്ചു വരാം. പിന്നെ വേറൊരു കാര്യം, ഇതാരാ എന്തിനാ എങ്ങനെയാണെന്നുള്ളതല്ല ഇപ്പം നിങ്ങൾ ആലോചിച്ച്, ഇത്രയും കാര്യമായിട്ട് ആരാ ചെയ്തത്, എന്താ ചെയ്യുന്നത്, ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആരാണ്, വേറെ ആരുമല്ല, നമുക്ക് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് നാനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിലും വന്നിട്ടുണ്ട്. എന്താ പറയുക, പേര് തന്നെ പറയുകയാണെങ്കിൽ പേര് ആദ്യം പറയുന്നതിനെക്കാട്ടിലും എന്താ പറയുക, മുൻ ശരിക്കും സകലകലാ വല്ലഭൻ എന്നാ പറയുക. അത് വെച്ചാൽ ഒരിക്കലും ജീവിതത്തിൽ പിന്മാറിയിട്ടില്ല. എനിക്ക് കുറവുകളുണ്ടോയെന്ന് ഒന്നും നോക്കിയിട്ട് പിന്മാറാതെ ഫുൾ ശരിക്കും നമ്മളൊക്കെ കണ്ടുപിടിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആണെങ്കിലും അഭിനയത്തിലാണെങ്കിലും ഡയറക്ഷനാണെങ്കിലും എന്താ പറയുക, ഈശ്വരൻ അനുഗ്രഹിച്ച് കഴിവുകൾ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, മറ്റാരുമല്ല. ഇന്ന് വരാൻ പോകുന്ന വിപിൻ ജോർജാണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മുടെ ലാസ്റ്റ് സീസൺ കണ്ടു. ഇന്ന് പുതിയ സീസണിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ഒരു ബ്രേക്കിന് ശേഷം കാണാം. എന്തായാലും അവർ വരാൻ ഒരിച്ചിരി സമയം എടുക്കുവേ. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ, എന്നാലും ഇപ്രാവശ്യം സമയമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് നമുക്ക് കൊടുത്താലോ. ഇതൊക്കെ ഞാൻ ശരിക്കും പഠിച്ചത് എങ്ങനെയാണെന്നറിയോ, റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുകയല്ലേ, ഓരോ നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ട് തരത്തില്ലേ, അതൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചേച്ച് നമുക്കതിനെപ്പറ്റി ഒന്നും വലിയ കലാബോധം ഇല്ലെങ്കിൽ പോലും ആവാൻ ശ്രമിക്കാമല്ലോ. ഇതാ ഞാൻ പറഞ്ഞ അവസാനം ആ കുറച്ച് നമ്മൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും എല്ലാം ആയിട്ട് കുറച്ച് ജ്യൂസി ആയിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ ചിക്കൻ ഒത്തിരി കട്ടിയായിരിക്കും, അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവത്തില്ല. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കളർ കോമ്പിനേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ എൻ്റെ ഒരു ചെറിയ കലാബോധം, കുറച്ച് ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. നമസ്തേ നമസ്തേ. എന്റെ കൈ ചീത്തയല്ലടാ. താങ്ക് യു. അയ്യോ ഇത് ഭയങ്കര അതിശയല്ലോ. പറഞ്ഞിട്ട് വരാത്തെന്താ? പറഞ്ഞിട്ട് സർപ്രൈസ് എങ്ങനെ പറഞ്ഞിട്ട് സോ ഹാപ്പി. ഷിബുനെ കുറെ നാളായി കണ്ടിട്ട് അല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ ഇവ മാത്രമേ വരത്തുള്ളൂ എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത്. അന്നേച്ച ഒരു സർപ്രൈസ് പോലെ. അത് വേണ്ട, ഞാൻ കൊടുത്തോളാം. പറ്റൂല. ഇതിനകത്ത് ഞങ്ങളൊരു കലാബോധമൊക്കെ സൃഷ്ടിച്ച് ഞങ്ങളിങ്ങനെ അതിനുവേണ്ടി പിടിച്ചോണ്ടിരിക്കുക. അത് അടുത്ത പ്രാവശ്യം നിന്റെ നേർക്കാവാലോ എന്ന് വിചാരിച്ചു. ഈ കലാബോധം ഇരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, പ്ലേറ്റ് എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് വർത്താനം പറയാം. ഇത് തൊട്ടാ ഞാൻ കഴിയാൻ പറ്റും. എനിക്ക് വേണം.
ഭയങ്കര സർപ്രൈസ്. ഒരു സത്യം പറയട്ടെ, എന്തോ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും ഭയങ്കര ഗ്ലാമർ. എന്നെ കൊണ്ട് വയ്യ, എന്താ ഒന്നും ചെയ്തില്ല ചേച്ചി. പിന്നെ ചേച്ചിയുടെ പരിപാടിയാന്ന് പറയാം. സത്യം പറയട്ടെ, ചേച്ചിയുടെ പ്രോഗ്രാമാന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ഓക്കെ. കാരണം എനിക്ക് വന്നൊന്നും കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം. കുറെ നാളായില്ലേ? അല്ല, അതെന്താ കാര്യം എന്ന് ഞാൻ പറയാം. ഞാൻ അന്ന് വരുന്ന സമയത്ത് ബോംബ് കഥ പടം ഇറങ്ങിയിട്ട്, ഹീറോ ആയിട്ടുള്ള പടം ഇറങ്ങിയിട്ട് 2-3 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. പടം ഓടുവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഞാൻ പരിപാടി ചെയ്യണത്. എനിക്ക് ഇപ്പോഴും അതുകൊണ്ട് അത് മറക്കാൻ പറ്റത്തില്ല ആ പ്രോഗ്രാം. പരിപാടിയാണോ ചെയ്തേ? അയ്യോ, അന്ന് ഉണ്ടാക്കിയ ചിക്കൻ തന്നെയായിരുന്നു, ചിക്കൻ കറി. ഇപ്രാവശ്യം ഭയങ്കര ഡയറ്റ്, ഷുഗർ ഇല്ല, ഗ്രില്ലേ കഴിക്കത്തുള്ളൂ. ചേച്ചി ഡിമാൻഡ് ചെയ്തല്ല, സത്യമായിട്ട് അതാണ്. വണ്ണം കുടിക്കഴിഞ്ഞാൽ കാലുവേന കൂടും, അതുകൊണ്ടിട്ടാണ്, വേറെ ഒന്നിനു വേണ്ടിയല്ല. ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. എന്നാ നല്ല കൊച്ചായിരുന്നു. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന നല്ല കേട്ടോ. ഗ്ലാമർ കൂടിയിട്ടുണ്ട്, പക്ഷെ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ നോക്കാം, അത് വെച്ച് നന്നാവാൻ ശ്രമിക്കും. ഭയങ്കര നിങ്ങൾ എന്റെ കൂടെ വന്നാട്ടെ, എന്നെ ബൂസ്റ്റ് ചെയ്യരുത്, ചേച്ചിനെ ബൂസ്റ്റ്. അതൊന്നും വേണ്ട, ഉള്ള സത്യം തമ്മിൽ പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നീ കുഴപ്പമായിരുന്നെങ്കിൽ ഞാൻ മൊത്തമൊക്കെ പറഞ്ഞു എന്നാ പറ്റിയടാന്ന് ചോദിച്ചു. പിന്നെ എന്നാണ് വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും. വിശേഷം, മൂത്ത ആള് ഇപ്പൊ ഒരു ഫിലിം ഡയറക്ട് ചെയ്തു, രണ്ടാമത്തെ ആള് ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യുന്നു, മൂന്നാമത്തെ ആള് ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി. ഏട്ടൻ അടുത്ത ഫിലിമിന്റെ ഷായിച്ചേട്ടൻ എന്നെ ഡയറക്ഷൻ പടം കഴിഞ്ഞിട്ട് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, വെടിക്കെട്ട്. ശരി, ബെസ്റ്റ്. ഇപ്പൊ അവൻ പറയും ഞാൻ മാത്രം ഒന്നും ചെയ്യുന്നില്ല, ചേച്ചി എന്നെ വിളിക്കാറില്ല, പറയാറില്ല, സംസാരിക്കാറില്ല. പക്ഷെ ചേച്ചി വിളിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും സ്നേഹം എപ്പോഴും ഉണ്ടാവും. ഓൾവേസ് ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും ഇവിടെ. വലിയൊരു, ഞാൻ വെറുതെ ഇപ്പൊ ഒരു ഷോയ്ക്ക് വേണ്ടി സംസാരിച്ചല്ല കേട്ടോ. എനിക്ക് ആ സമയത്ത് അതൊക്കെ വലിയ റിലീഫായിരുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം അങ്ങനെ വേറെ 2-3 പരിപാടികൾ ചെയ്തായിരുന്നു. ആ സമയത്ത് നമുക്കൊരു ഹോപ്പാണല്ലോ. സത്യം, അതാണല്ലോ നമുക്ക് ആദ്യമായിട്ട് വരുമ്പോ തന്നെ ഇല്ലേ നമുക്ക് അങ്ങനെ ഒരു. ഇദ്ദേഹം ഇങ്ങനെ കുറെ ഡിമാൻഡ് പറഞ്ഞു. ഷിബുന് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, എന്തും കഴിക്കും. കണ്ടുപിടിക്കണം. ഞങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ ഡെക്കറേഷൻ, ഇനിയിപ്പോ അതിന്റെ കുറവ് കുറയ്ക്കണ്ടല്ലോ അല്ലേ? ഇത് ഞാനിപ്പോ കുറേശ്ശെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഡെക്കറേഷനോ? നമുക്ക് ചെയ്യാറുണ്ടല്ലോ. ഇല്ല, ഇപ്പോഴാണ് നന്നാവാൻ തീരുമാനിച്ചത്. ചേച്ചിക്ക് പ്രായമാവണില്ലേ? തിരിച്ചു കോംപ്ലിമെന്റ് കിട്ടിയില്ലേ? ദൈവം അനുഗ്രഹിച്ച ദൈവമേ. എനിക്ക് ഞാനൊരു തമാശ പറഞ്ഞാല് എന്നോട് ദേഷ്യപ്പെടുവോ? തമാശ പറഞ്ഞാൽ ദേഷ്യപ്പെടാണോ ചെയ്യുന്നത്? എല്ലാരും ചിരിക്കല്ലേ? ഇഷ്ടപ്പെടാത്ത തമാശ ഇഷ്ടപ്പെടുമോന്ന് എനിക്ക് അറിയത്തില്ല, പറയട്ടെ. പണ്ട് ഞാൻ പണ്ടൊരു സ്കിറ്റ് എഴുതിയായിരുന്നേ. അതിൽ ഞാൻ ചേച്ചിയുടെ ഒക്കെ പേര് പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, ഇഷ്ടപ്പെടുവോ? പറയട്ടെ, പറഞ്ഞേക്കട്ടെ. ഒരു കടങ്കഥയാണ്, ഒരു പഴഞ്ചൊല്ലി ഞാൻ ചേച്ചിയുടെ പേരിലാക്കിയതാ. ആന മെലിഞ്ഞാൽ അല്ല, ഒന്നും പറയട്ടെ. ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടും, ആനയും മെലിഞ്ഞാൽ ഷാജി കൈലാസ് കെട്ടും. അന്ന് പണ്ട് 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 ഇപ്പൊ ഭയങ്കര വണ്ണം വെച്ചു, ഇപ്പൊ ഭയങ്കര സുന്ദരിയായി, ഇപ്പൊ വണ്ണം വെച്ച് ഭയങ്കര. ഉറപ്പായിട്ടും. അപ്പൊ ഞാൻ എന്നാ ചീക്കപ്പോത്താന്ന വിചാരം. മെലിഞ്ഞാല് അന്ന് മെലിഞ്ഞല്ലേ അന്ന് ഷാജിച്ചേട്ടൻ ഇപ്പൊ ഞാൻ വണ്ണം വെച്ചെന്നല്ല, ഭംഗിയല്ലേ? ഇപ്പോഴാണ് അടിപൊളി. ഇപ്പൊ നീ പുതിയ എന്തേലും അമ്മയാണ് സത്യം. അമ്മയുടെ സത്യം പറഞ്ഞിട്ടൊന്നും പറയരുത്. ആ സത്യം അമ്മയെ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പാടില്ലല്ലോ. അമ്മയാണ് സത്യം. അല്ലെ, രണ്ടാണെങ്കിലും അമ്മയാണ് സത്യമാണെങ്കിലും സത്യമാണ്. അല്ല, ശരിക്കും ഷിബു ഈ ഒരു മുടിക്കെട്ട് എനിക്ക് ഭയങ്കര എന്തൊക്കെയോ സാമ്യം തോന്നുന്നു. അന്യന്റെ ഒരു ലുക്കില്ലേ ബേബി? അന്യന്റെയോ? അയച്ചിട്ടാ ചിലപ്പോ അങ്ങനെ ആയിരിക്കും മുടി ഇങ്ങനെ അയച്ചിട്ട്. ചെറുതായിട്ട് അന്യൻ അമ്പി അല്ലേ, ഇത് രണ്ടും കൂടി ചെയ്യാറുണ്ട് പുള്ളി. പാട്ട്, മ്യൂസിക്, ലിറിക്സ്. വെടിക്കെട്ടിന്റെ 3 പാട്ടല്ലേ? 3 പാട്ട് എഴുതി മ്യൂസിക് ഇതൊക്കെ. ഈ ഇപ്പൊ 2 crore ആയിട്ടുള്ളൊരു പാട്ടുണ്ട്, ആടനാണ്ടാലും പാടുന്ന, അതൊക്കെ പുള്ളി എഴുതിയത്. തനി നാടൻ പാട്ടിന്റെ ഉസ്താദല്ലേ? എനിക്കൊന്ന് മണിയേട്ടൻ കഴിഞ്ഞിട്ട്, അതായത് നമ്മുടെ കലാഭവൻ മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ളത് അല്ലെ പാട്ടുകളെല്ലാം. സത്യം, മനുഷ്യന്റെ എല്ലാ പാട്ടും ഭയങ്കര, ആർക്കും ഇഷ്ടപ്പെടാത്തവരില്ല. ഭയങ്കര അർത്ഥത്തോടെയും ആ ഒരു നാടൻ പാട്ടിന്റെ ട്യൂണ് നമ്മുടെ മലയാളിയുടെ പെട്ടെന്ന് കയറും അല്ലെ മനസ്സിലേക്ക്. എനിക്ക് ശിവ ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടിത്തരോ? പാട്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇവിടെ 2 ഫുഡ് കഴിച്ചിട്ട് പോരല്ലെങ്കിൽ വേറൊന്നുമല്ല, ഇനി ഫുഡ് എടുത്ത് മാറ്റും. ഓണക്കളിപ്പാട്ട്. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ,
ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അനവധി വെൺകൊറ്റക്കുട ചൂടി ആകാശം പൂപ്പന്തൽ ചാർത്തി നീഹാരം മുത്തണി മണിയേകി സ്വർണ്ണ കൊലുസു സരിഗമ പാടി ചുവടു വച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടെ മൂളി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി അറഭാഗം തകതാളം തല്ലി അരമണിക്കിങ്ങിന് ഇക്കിളി പാകി ഇമകൾ എന്തു ഭംഗി ഇവളിൽ കവിളിലെന്ത് കാന്തി അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേഘുഭവതി ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ ഇങ്ങനത്തെ പാട്ട് വരുമ്പോ ഇതിനകത്തൊരു ഭയങ്കര ഒരു എനർജി ഇല്ലേ? അതാണ് ശരിക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ ഫിലിം സോങ്സ് പാടുമ്പോഴാണ് ഇങ്ങനെ ഈ നാടൻ പാട്ട് അല്ല പെർഫോമൻസ് വൈസ് ഓഡിയൻസ് ആവശ്യപ്പെടുന്ന നാടൻ പാട്ട് അല്ല അതിന്റെ ഒരു ഓളം അല്ലേ? അതിൽ വേറൊരു കാര്യം ഉണ്ട് വെച്ചാൽ ഞാൻ നമ്മുടെ ഈ സിനിമയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പ്രൊമോഷന് വേണ്ടി കോളേജുകളിൽ പോയില്ലേ, അപ്പൊ നമ്മൾ വിചാരിക്കുമല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മാറി ഭയങ്കര സംഭവമായി പുതിയ പിള്ളേർ ന്യൂജനാണ് എന്നൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഞാനും പുള്ളിയും കൂടി ഒക്കെ സ്റ്റേജിൽ ഒരു പാട്ട് പാടി ഇപ്പൊ ഞാനൊരു സിനിമ പാട്ട് പാടിയാലും നെക്സ്റ്റ് ഇതേ ന്യൂജൻ പിള്ളേർ ചോദിക്കുന്നത് കലാമണിയുടെ പാട്ട് പറഞ്ഞോ എന്ന് പറയും. മണിച്ചേട്ടന്റെ പാട്ട് എന്ന് പറയുന്നത് അന്നൊരു ഞങ്ങളൊരു ചെയിൻ സോങ് ഉണ്ട് മണിച്ചേട്ടന്റെ, അതങ്ങോട്ട് പാടിത്തോളം ഡീജനെക്കാളും സെറ്റ് ആയിരിക്കും ആ പാട്ട്. അതാണ് പുള്ളിയുടെ പവർ. സത്യം കേട്ടോ, മനുഷ്യന്റെ ഒരു പ്രത്യേക പവർ തന്നെ ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ചോറും ചിക്കനും എല്ലാം തണുക്കും. നിങ്ങൾക്ക് ഫോർക്ക് നൈഫ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണോ? അല്ല ഇനിയിപ്പോ ഗ്രില്ല് മതി സാലഡ് മതി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്റ്റൈൽ അതിനും വേണമല്ലോ. ഇല്ല അങ്ങനെയൊന്നും കഴിച്ചാൽ മതി. അപ്പൊ ഈ ഷുഗർ ഒക്കെ കട്ട് ചെയ്തത് വെയിറ്റ് വെക്കും പേടിച്ചിട്ടാ? ഇതിപ്പോ അടുത്തൊരു പരിപാടിക്കും വണ്ണം കുറയ്ക്കണം. ഞാനിപ്പോ മറ്റേ ലാസ്റ്റ് ചെയ്ത് പിടിക്കിട്ടില്ലേ, അതിനുവേണ്ടി ഞാൻ സത്യം പറഞ്ഞ 18 കിലോ കുറച്ചായിരുന്നു. 66 കിലോ ഉള്ളു ആ പടത്തില്. ഇതിന്റെ സീക്രട്ട് ഒക്കെ ഞാനും കൂടെ ഒന്ന് ഇച്ചിരി അറിയട്ടെ. പക്ഷെ ഭയങ്കര ക്രാഷ് ഡയറ്റ് ആയിരുന്നു. ഒരിക്കലും ഒരു മനുഷ്യൻ ചെയ്യരുത്. മുടി വഴിയും തൈറോയിഡ് വന്ന് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വന്നു എനിക്ക്. എനിക്ക് ഡയറ്റ് വേണ്ട കഴിഞ്ഞില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ദൈവം നാവ് രുചിയല്ലേ, രുചിയായിട്ട് വിഷം കഴിക്കട്ടെ. കഴിക്കും. സ്പൂൺ വേണോ ഷിബുന്? നാടൻ ഭക്ഷണം അല്ല. നീ വലിച്ചു പറിക്കരുത് പതുക്കെ. ദൈവമേ ഈ ക്രൂവിന്റെ കംപ്ലീറ്റ് നോട്ടം ഒന്നും ചെയ്യാൻ പറ്റൂല. എന്ത് വന്നാലും നീ അനുഭവിച്ചു പറ്റും. ഇഷ്ടായോ? ഞാൻ റൈസ് കഴിച്ചു നോക്കിയേ ഷിബു, റൈസ് കഴിച്ചു നോക്കിയേ. അത് നമ്മുടെ സാധാ റൈസ് അല്ല, കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. നമ്മള് പിന്നെ റൈസ് തൊടൂലല്ലോ. ഞാൻ വിചാരിച്ചു ചുമ്മാ ഇത് മാത്രമായിട്ട് എങ്ങനെ കൊടുക്കും. ചേച്ചി ഇത് ഗാർലിക്കിന്റെ പേസ്റ്റ് അല്ലേ? ഇതെന്താ ഇതിന്റെ മുകളിൽ ക്രീം? അത് ഗാർലിക്കാ അല്ലേ? ഗാർലിക്കാ കൂടുതലിട്ട്. അതും ഹെൽത്തില് പ്രശ്നമുണ്ടല്ലോ. എല്ലാം ഡയറ്റ് ഗ്രില്ലെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും. പിന്നെ ഇത് ചെയ്തു. പിന്നെ ചെറിയ തരികട ചെയ്തിട്ടുണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. എണ്ണയല്ല, എണ്ണ ഒലിവ് ഓയിൽ ഉപയോഗിക്കാമല്ലോ. ഞാനോർത്തത് ടി വി ഷോയിലൊക്കെ ഇങ്ങനെ കാണുമ്പോ ൊന്നും നല്ലതായിട്ട് അഭിനയിക്കണം. പക്ഷെ അമ്മ സത്യമായിട്ട് സത്യം, പക്ഷെ അമ്മ സത്യമായിട്ട് അടിപൊളിയാണ്. അമ്മ സത്യം എന്തിനാണ് കേട്ടോ ഓവറാക്കണല്ലോ. അലമ്പള്ള ഒന്നുമില്ല, സത്യം പറഞ്ഞാലും സമ്മതിക്കില്ല. അല്ല അപ്പൊ വാക്കൊക്കെ നോണായിരുന്നല്ലേ? ഇതിന് മാത്രം സ്ട്രെസ് ചെയ്ത് ചേച്ചിനും ഭംഗിയെന്ന് പറഞ്ഞതിന് മുമ്പ് അതൊക്കെ നോണയെന്നല്ലേ പറയുന്നത്. ഇത് മാത്രം അമ്മയെ സത്യം. എന്തെല്ലാം ചിന്തിക്കുക നോക്ക്. Annie's Kitchen. Let's cook with love.